നമസ്കാരം. കമലേശ്വരത്തെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ മകൾ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണാകുറ്റത്തിനും കേസെടുത്തു. ഗ്രീമയുടെയും അമ്മയുടെയും ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. 200 പവൻ സ്ത്രീധനമായി വാങ്ങിയിട്ടും മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിനും സ്വത്തിനും ഉണ്ണികൃഷ്ണന് അവകാശമില്ലെന്നും കുറിപ്പിലുണ്ട്. ഉണ്ണികൃഷ്ണന്റെ ബന്ധുവിന്റെ മരണ വീട്ടിൽ വെച്ചുണ്ടായ അധിക്ഷേപമാണ് ആത്മഹത്യക്ക് കാരണമായതെന്നാണ് കുറിപ്പ്. സജിതയ്ക്കും മകൾക്കും സയനൈഡ് എങ്ങനെ ലഭിച്ചുവെന്നതിലും ദുരൂഹത തുടരുകയാണ്. സജിതയുടെ ഭർത്താവും മുൻ കൃഷി ഓഫീസറുമായ രാജീവ് 1 മാസം മുൻപാണ് മരിച്ചത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. എന്നാൽ രാജീവ് സയനൈഡ് വാങ്ങിവച്ചിരുന്നുവോ എന്നാണ് സംശയമുയർന്നത്. സയനൈഡ് അച്ഛനുള്ളപ്പോഴേ കയ്യിലുണ്ടെന്നാണ് ഗ്രീമ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സജിതയുടെ ഭർത്താവ് എൻ രാജീവ് 3 മാസം മുൻപാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതും ഇവർക്ക് സയനൈഡ് കിട്ടിയത് എവിടെ നിന്നാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണെന്നും പൂന്തുറാസികയായി പറഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിലെ കാര്യങ്ങൾ അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സജിത എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെയാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. ഞാനും മകളും ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം ഗ്രീമയുടെ ഭർത്താവ് BM ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. 6 വർഷത്തോളമായി നേരിടുന്ന മാനസിക പീഡനവും അവഗണനയുമാണ് കാരണമെന്നും ഈ കുറിപ്പിൽ പറയുന്നു. എന്റെ മകളെ 25 ദിവസം ഉപയോഗിച്ച ഉടുപ്പ് പോലെയാണ് എറിയുന്നത്. മോൾ അവനോട് കെഞ്ചിക്കരഞ്ഞിട്ടും അവന് വേണ്ട. പിരിയാൻ തക്ക കാരണങ്ങൾ ഒന്നുമില്ല. അപമാന ഭാരം ഇനിയും സഹിക്കാൻ വയ്യ, മടുത്തു, മതിയായി എന്നും ഈ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ബന്ധുവീട്ടിൽ വെച്ച് ഇയാൾ ഗ്രീമയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വേദനിപ്പിച്ചു, മാനസികമായി വേദനിപ്പിച്ചു. ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യമില്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ മോശമായി സംസാരിച്ചതിനെ തുടർന്ന് സജിത ബോധരഹിതയായി വീണു. ഇതുമൂലമുണ്ടായ വിഷമത്താലാണ് അമ്മയും മകളും ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. അപമാന ഭാരം താങ്ങി ഇനി ജീവിക്കാൻ കഴിയില്ലെന്നാണ് സജിതയുടെ കുറിപ്പിൽ പറയുന്നത്. തങ്ങളുടെ പേരുള്ള വീടും വാഹനങ്ങളും ബന്ധുക്കൾക്ക് നൽകണമെന്നും ഈ കുറിപ്പിൽ എഴുതി. അമ്പലത്തറ പഴഞ്ചിറയ്ക്ക് സമീപം താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ അയർലൻഡിൽ കോളേജ് ലെക്ചറായി ജോലി ചെയ്യുന്നുവെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. അയർലൻഡിലേക്ക് കടക്കുവാൻ ശ്രമിക്കവേ മുംബൈയിൽ വെച്ച ഇയാൾ പിടിയിലായി. അയർലൻഡിൽ കോളേജ് അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ സ്വന്തം അപ്പച്ചിയുടെ മരണാനന്തര ചടങ്ങിനിടെയാണ് സ്വന്തം ഭാര്യയും അവരുടെ അമ്മയും അപമാനിച്ചിറക്കിയത്. ലോകമറിയുന്ന സ്ത്രീരത്നമാണ് മരിച്ച അപ്പച്ചി. ഭാര്യ ഗ്രീമ ഈ ചടങ്ങിൽ വെച്ച് ഉണ്ണികൃഷ്ണനെ കണ്ടു. എന്നാൽ ആ വേദിയിൽ വെച്ചും ഗ്രീമയെ മാനസികമായി തളർത്തുന്ന രീതിയിലാണ് ഇയാൾ പെരുമാറിയത്. ബന്ധം തുടരുവാൻ താല്പര്യമില്ലെന്നും വിവാഹമോചനം വേണമെന്നും കർക്കശമായി പറഞ്ഞതോടെ ആ കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷയും തകർന്നു. ആ ചടങ്ങിൽ അനുഭവിച്ച കടുത്ത അപമാനമാണ് അമ്മയെയും മകളെയും ആത്മഹത്യ എന്ന കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. മരണാനന്തര ചടങ്ങിനിടെ അപമാനം സഹിക്കുവാൻ കഴിയാതെ ആ അമ്മ കുഴഞ്ഞു വീണു. വിവാഹ സമയത്ത് ഗ്രീമയുടെ വീട്ടുകാർ നൽകിയ 200 പവനിലധികം സ്വർണവും വസ്തുവകകളും എവിടെയെന്ന ചോദ്യം ശക്തമാണ്. ഉണ്ണികൃഷ്ണൻ ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയ ശേഷം ഗ്രീമയെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന ആരോപണം ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. സ്ത്രീധന പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും പുറമെ സാമ്പത്തിക തട്ടിപ്പിനും ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. ഞങ്ങൾ മരിക്കാൻ കാരണം ഉണ്ണികൃഷ്ണനാണ്, ഈ അപമാനഭാരം താങ്ങാനാകുന്നില്ല എന്ന വാട്സാപ്പിൽ സന്ദേശം അയച്ച ശേഷമാണ് അമ്മയും മകളും സയനൈഡ് കഴിച്ചത്. സോഫയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണന്റെ അറസ്റ്റോടെ ഈ ക്രൂരതയ്ക്ക് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നുമാണ് പോലീസ് കരുതുന്നത്.